അല്ല സാറേ, ഇത് കൊറേ ആയല്ലോ തുടങ്ങിയിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കല്. എന്താ സംഭവം? ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഇതൊരു ടൈം ട്രാവൽ ആപ്പാണ്. ഏത് കാലഘട്ടത്തിലേക്കും ഈ ആപ്പ് വഴി പോകാൻ പറ്റും. അല്ലെങ്കിലേ എനിക്കറിയായിരുന്നു നിങ്ങൾ ഇവിടെ ഒന്നും വന്നിരിക്കേണ്ട ആളല്ലാതെ. നല്ല കുസുമഗിരിയിലും അഡ്മിറ്റ് ആവേണ്ടതായിരുന്നു. നീ എങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. നാളെ നാസ എന്നെ വിളിക്കും. നീ നോക്കിക്കോ, ഈ പ്രോജക്റ്റ് അവര് ഫണ്ട് ചെയ്യും. അന്ന് അത് കേട്ട് പത്രത്തിലൊക്കെ വരുമ്പോ ഈ നാട്ടുകാരെല്ലാം കൂടെ അയ്യോ ഫിർദൗസേ, അയ്യോ ഫിർദൗസേ എന്നും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കും. പുച്ഛിക്കണ്ട. ഈ സാധനം കണ്ട? ഇതെന്താ? ഇതൊരു ടൈം ട്രാവൽ ഡിവൈസ് ആണ്. ഇതിന്റെ ഈ വോളിയം ബട്ടണും ഇതിന്റെ പവർ ബട്ടണും കൊണ്ട് നെക്കി പിടിച്ച സ്ക്രീൻഷോട്ട് എടുക്കുന്ന പോലെ ഏത് കാലഘട്ടത്തിലേക്കും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു. അത് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ നിന്ന് എന്നെ വിളിക്കാനും പറ്റും. ഇത്തരം ഒരു ഡിവൈസിന് ഇനി പേരിടുക എന്നൊരു ചടങ്ങ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇനി ആ പേരെന്തായിരിക്കണം എന്നുള്ളത് ഫിർദൗസ് എന്നായിരിക്കണോ അതോ ഫിറോ എന്നായിരിക്കണോ ആപ്പിന്റെ പേര് എന്നാണ് എനിക്ക് അറിയേണ്ടത്. പാടി പാടി ഞാനിപ്പോ എവിടെയാ? ഇതെന്താ പ്രേംലസിന്റെ ലോകോ? ഓനൊന്ന് വിളിച്ചോക്കട്ടെ. ജീവ, നീ ഇപ്പോ ഉള്ളത് 1950-ലാണ്. ഇതെന്താ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ്? നീന്ത് ഇങ്ങനെ 1950 ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? സിനിമ ഒന്നും കാണാറില്ലേ? പക്ഷെ ഞാൻ എന്താ കളറ്? അതിപ്പോ പിന്നെ നീ 2025 നല്ലയോ അങ്ങോട്ട് വന്നത്? അതൊക്കെ പൊട്ടപ്പോ ഞാനിപ്പോ എവിടെയാ? നീ നമ്മളുടെ വീട്ടില്. എന്നിട്ട് വീട് എവിടെയാ? അതിന് 1950 നമ്മള് വീട് വെച്ചിട്ടില്ലല്ലോ. മര്യാദക്ക് എന്നെ തിരിച്ചുകൊണ്ടുവാ. അതിപ്പോ ഞാൻ അങ്ങോട്ട് പോകാനുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ നാസ കാശ് അയച്ചാറുണ്ടേ. നാസ കാശ് അയച്ചു തരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം സെറ്റ് ആക്കാം. അതിനിപ്പോ ഇച്ചിരി ടൈമൊക്കെ എടുക്കും. ഒരു 4-5 വർഷം. കുസുമഗിരി തുടങ്ങിയിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. ചിലപ്പോ നിനക്കൊരു അഡ്മിഷൻ കിട്ടും. അതാവുമ്പോ സേഫുമാണ്. ഭാവിയിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാ മതി. മര്യാദക്ക് എന്നെ തിരിച്ചു കൊണ്ടുവാ. എത്രയും പെട്ടെന്ന് കൊണ്ടുവരാം. ഞാനിപ്പോ എന്താ ചെയ്യാനാ? നല്ല പുല്ലും വെട്ടി ജീവിക്കാം. പുല്ല്.